ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വിളയൂർ ഉദയപുരം കരിങ്ങനാട് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ മുഹമ്മദ് മോസിൻ MLA വിലയിരുത്തി. പ്രിയപ്പെട്ടവരെ, കരിങ്ങനാട് ഉദയപുരം റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട തകർന്ന ഭാഗങ്ങൾ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ 2025-26 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് അനുവദിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ ചെരാപ്പറമ്പിലേക്ക് പോണ ഈ പ്രധാനപ്പെട്ട റോഡ് കൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി തകർന്ന് കിടക്കുകയാണ് എന്നുള്ളതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു, അതും കൂടെ ഉൾപ്പെടുത്തി. ഇതിലെ ഏറ്റവും തകർന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ടെൻഡർ ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി നടപടികൾ പൂർത്തീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വിളയൂർ പഞ്ചായത്തിലും പട്ടാമ്പി മണ്ഡലത്തിലും വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ട് വർക്കുകൾ വിവിധ ഘട്ടത്തിലായിട്ട് നടക്കുന്നുണ്ട്. ഇവിടത്തെയും പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തകർന്ന ഭാഗങ്ങളുടെ പരിഹരിക്കപ്പെടും. ഇനി നമുക്കറിയാം, പുതിയ ഗവൺമെൻറ് വന്നു. ഗ്രാമീണ റോഡുകൾക്ക് ഇനി ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഗ്രാമീണ റോഡുകൾ ചെയ്യാൻ പറ്റും. പുതിയ ബഡ്ജറ്റിൽ ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് ലഭ്യമായിട്ടില്ല. എന്നാൽ പഴയ ബഡ്ജറ്റിൽ നേരത്തെ അനുവദിച്ച ഫണ്ടുകളാണ് ഇപ്പോൾ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പ്രദേശത്തെ ആളുകൾക്ക്, ഉദയപുരം, കരിങ്ങനാട്, അതുപോലെ ചെരാപ്പറമ്പിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത്. പാടെ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തികളും നടപ്പാക്കും. തകർന്നു കിടക്കുന്ന ചെരാപ്പറമ്പ് റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പഞ്ചായത്ത് അംഗം MK ബേബി ഗിരിജ, T ഷാജി, ഷെരീഫ് തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.